അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു 10 ദിവസം അനുവദിക്കാം, അതിലപ്പുറത്തേക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെന്റ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ്. നമസ്കാരം. പ്രമാദമായ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നു. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം ഉള്ള അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊടി സുനിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ജയിൽ DGP ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ TP ചന്ദ്രശേഖരൻ്റെ വിധവയും MLA കൂടിയായ KK രമ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് KK രമ ഇങ്ങനെ പ്രതികരിച്ചത്. ഒരു കാരണവശാലും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് ആ കാലയളവിൽ, ശിക്ഷ അനുഭവിക്കുന്ന കാലയളവിൽ പരോൾ കൊടുക്കാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിലും ഈ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഒരു കത്ത് വന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നു എന്നാണ് ഇപ്പോൾ ജയിൽ DGP പറഞ്ഞിരിക്കുന്നത്. കേവലം ഒരു ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് പരോൾ കൊടുക്കാനാവില്ല എന്നാണ് KK രമ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിൽ ഒരു പരോൾ അനുവദിക്കാൻ സാധ്യമല്ല എന്ന് തന്നെ രമ കൂട്ടിച്ചേർക്കുമ്പോൾ CPMന്റെ വർഗശത്രുവായി CPM കണ്ടിരുന്ന TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയാണ് CPM വകവരുത്തിയത്. ഇതിൽ അറസ്റ്റിലായവരും പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവരും എല്ലാവരും തന്നെ CPM പ്രവർത്തകരായിരുന്നു, CPM അനുഭാവികളായിരുന്നു. എന്നിട്ടും അന്ന് CPM പറഞ്ഞത് ഈ കൊലപാതകവുമായി CPMന് യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ്. എന്നാൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കേസ് നടത്തിയതും ഇവരുടെ കാര്യങ്ങൾ നോക്കിയതും CPM തന്നെയാണ്. CPMുമായി ഈ പ്രതികൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലെങ്കിൽ പിന്നെ ഇവരുടെ കേസ് നടത്തുവാൻ വേണ്ടി എന്തിനാണ് CPM ഇത്രത്തോളം പണവും സമയവും നഷ്ടപ്പെടുത്തിയത് എന്നാണ് KK രമ ഒരവസരത്തിൽ ചോദിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഒന്നടങ്കം കണ്ണൂർ ജയിലിൽ സന്ദർശിച്ച് സുഖാന്വേഷണം നടത്തിയത് അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല എന്ന് പറയട്ടെ. TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ എപ്പോഴും അടിമുടി സംരക്ഷിക്കുന്ന കാഴ്ചയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ പല കാര്യങ്ങളും പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അത് CPMന്റെ അടിത്തറ തന്നെ, ആണിക്കല്ല് തന്നെ ഇളക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങും എന്ന് TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ CPMന്റെ സമന്നതരായ നേതാക്കളോട് കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും എന്ത് വില കൊടുത്തും TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ CPM സംരക്ഷിച്ചു പോരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു കാരണവശാലും പരോൾ കൊടുക്കാൻ പാടില്ലാത്ത ഒരാൾക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഒരു കത്ത് കിട്ടിയിരിക്കുന്നു. അയാളുടെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മയെ കാണുന്നതിന് വേണ്ടി പരോൾ അനുവദിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ജയിൽ DGP ഇപ്പോൾ കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ എന്ത് തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും എന്ന് നിയമവൃത്തങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് KK രമ MLA പറഞ്ഞത്. KK രമ MLA കൊടിസുനിയുടെ പരോൾ അനുവദിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും ജയിൽ DGPക്കും എതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു 10 ദിവസം അനുവദിക്കാം, അതിലപ്പുറത്തേക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെന്റ് പറയണം, ആഭ്യന്തര വകുപ്പ് പറയണം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ DGPക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്രതി, ഈ ക്രിമിനൽ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, 1 മാസം നാട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന് ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടാവുക? അപ്പോൾ വളരെ സംശയാസ്പദമാണ്, അസാധാരണമായ ഒരു സാഹചര്യമാണ്, അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായത്.